ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ലാലേട്ടൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട്. അപ്പം അതിനകത്ത് ലാലേട്ടൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ത്രില്ലർ മൂവി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സസ്പെൻസ് പൊളിക്കുന്ന രീതിയിൽ കുറേ രസം കൊല്ലികൾ ഇറങ്ങുന്നുണ്ടെന്നാണ് പറയുന്നത്. സംഭവം വേറെ ആരെ പറ്റിയിട്ടല്ല. അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നൊരു പേരാണ്. അതെ 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 പോരട്ടെ, കമൻറ്റിലൂടെ പോരട്ടെ. നമ്മൾ ബിഗ് ബോസിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്യുമല്ലോ, അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. പുള്ളിക്കാരനെയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. എനിക്കെന്നല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ വന്നത്. കാരണം ലാലേട്ടൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഗ് ബോസിലെ കുറച്ച് സസ്പെൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് എവിക്ഷൻ, പിന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള സസ്പെൻസ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ എപ്പിസോഡ് വരുന്നതിന് മുമ്പേ, എന്ന് വെച്ചാൽ ലൈവിനകത്തും കാണിക്കുന്നതിന് മുമ്പേ കുറേ കാര്യങ്ങൾ പുറത്തോട്ട് വിടുന്നുണ്ട്. അപ്പോൾ അതിലൊരാൾ അൻസിഫാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അൻസിഫിൻ്റെ ചാനലിലൂടെ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക കാര്യങ്ങളൊക്കെ വെളിയിൽ വന്നിട്ടുണ്ട്. എനിക്ക് ജിസേൽ ഔട്ടായതുമായിട്ട് ബന്ധപ്പെട്ടും അൻസിഫാണ് ആദ്യം അറിയിച്ചതെന്ന് തോന്നുന്നു. വേറെ ആൾക്കാരും ചെയ്യുന്നുണ്ട് കേട്ടോ. വേറെ ആൾക്കാരും ഇല്ലെന്നല്ല, അൻസിഫ് മാത്രമെന്നല്ല, വേറെ ഒരുപാട് ചാനലുകാരുണ്ട്. എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ അൻസിഫിനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ ഉണ്ട്, ആരൊക്കെയുണ്ട്. പിന്നെ ഇപ്പം ലാലേട്ടൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്കുള്ള പണി വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ശരിയാണ്. കാരണം ഞാൻ ഇതിന് മുമ്പേ ഒന്ന് രണ്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു ഷോ നടത്തുന്നത് അവർ ഭയങ്കര കോടികൾ മുടക്കിയിട്ടാണ് ഈ ഒരു ഷോ നടത്തുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സീസൺ 7 ഭയങ്കര നഷ്ടത്തിലാണ് അവർക്ക്. TRPയുടെ കാര്യത്തിലായാലും റേറ്റിങ്ങിൻ്റെ കാര്യത്തിലും. കാരണം ഇപ്പോഴത്തെ കണ്ടസ്റ്റൻസ് മോശമാണ്, അതുകൊണ്ടാണ്. അപ്പം നല്ല കോണ്ടന്റ് കൊടുക്കാത്തതുകൊണ്ട് ആ ഒരു ഷോ ഇവർ വിചാരിച്ച് അത്രയും എത്തുന്നില്ല. അപ്പം നിലവിൽ ഷോ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള സസ്പെൻസുകളൊക്കെ, ആകെ സസ്പെൻസ് ആണ് ഇവർക്ക് ഈ TRP റേറ്റിംഗ് കൂട്ടി കൊടുക്കുന്നൊരു സംഭവം. അപ്പം സസ്പെൻസുകളൊക്കെ മുമ്പേ വിളിക്കുമ്പോഴത്തേക്ക് അത് വന്ന് കണ്ടിട്ട് ആ വഴി പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഷോ ലൈവ് കാണാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള എപ്പിസോഡ് കാണാനോ ആരും നിൽക്കത്തില്ല. അപ്പം ഞാൻ എൻ്റെ മുമ്പേ ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്. കാരണം അത് മോശമാണ്. നമുക്കറിയാമെങ്കിലും അത് വന്നിരുന്ന മുമ്പേ പറയുമ്പോൾ ചിലപ്പോൾ കൂടുതൽ റീച്ച് കിട്ടും, ചിലപ്പം കൂടുതൽ വ്യൂസ് കിട്ടും, അങ്ങനെയൊക്കെ ചിലപ്പോൾ ഫോളോവേഴ്സിന് കിട്ടും. സത്യം പറഞ്ഞാൽ അവർ അത്രയും രൂപ കൊടുത്ത് ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ വന്ന് മുമ്പേ സസ്പെൻസ് പൊളിക്കുമ്പോഴത്തേക്ക് അതിലൊരു എന്നുവെച്ചാൽ അവരെ ഒരു നഷ്ടം, നമ്മൾ വഴി അവരൊരു നഷ്ടം ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ നേട്ടം ഉണ്ടാക്കുന്നത്. അതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാനത് മുമ്പേ ഒന്ന് രണ്ട് വീഡിയോസിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പം അങ്ങനെ അൻസിഫിനുള്ളൊരു പണിയുമായിട്ടാണ് ലാലേട്ടൻ വന്നിരിക്കുന്നത്. എന്താകുമോ എന്തോ, ചിലപ്പം ഇത് കണ്ടിട്ടെങ്കിലും പുള്ളിക്കാരൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടാതിരിക്കുക. കാരണം ഇപ്പം നമ്മളൊക്കെ ചെയ്യുന്ന പോലെ എപ്പിസോഡ് കണ്ടിട്ട് അല്ലെങ്കിൽ ലൈവ് കണ്ടിട്ട് നമ്മൾ അഭിപ്രായങ്ങൾ പറയാം. അപ്പം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഫുള്ളൊരു റിവ്യൂ അല്ല നമ്മളൊക്കെ ചെയ്യുന്നത് വെച്ചാൽ, റിവ്യൂ അല്ല. അവിടെ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങളെപ്പോലൊരു സാധാ പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് നമ്മളെ അഭിപ്രായങ്ങൾ, നമ്മൾ അവിടെ അവർ കളിക്കുന്ന ഓരോ വ്യക്തികൾ കളിക്കുന്ന ഗെയിമും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ അഭിപ്രായങ്ങൾ പറയുന്നു. അതുപോലെ വന്നിട്ട് അവർക്ക് റിവ്യൂ ചെയ്യുക. ചിലപ്പോൾ ഫുൾ എപ്പിസോഡ് സീക്രട്ട് ഏജൻ്റൊക്കെ ചെയ്യുന്ന പോലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ചെയ്യുക. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഫുൾ എപ്പിസോഡൊക്കെ റിവ്യൂ ചെയ്യുന്നവരുണ്ട്. അപ്പം പിന്നെ ലൈവിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, അഭിപ്രായങ്ങൾ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഈ സസ്പെൻസുകൾ പൊളിക്കാതിരിക്കുക, അത് ആ ഒരു ഇപ്പം ഞാൻ തന്നെ ഇപ്പം ഇത് കാണുമ്പോഴത്തേക്ക് ആ ഒരു സസ്പെൻസ് മുമ്പേ അറിയുമ്പോഴത്തേക്ക്, സസ്പെൻസ് ആക്കി വെച്ചേക്കുന്ന കാര്യം മുമ്പേ അറിയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ പിന്നെ എപ്പിസോഡ് കാണാനൊരു ഇൻട്രസ്റ്റ് തോന്നത്തില്ല, ലൈവ് കാണാനൊരു ഇൻട്രസ്റ്റ് തോന്നത്തില്ല. അപ്പോൾ അൻസിഫ് എനിക്ക് തോന്നുന്നത് ഇതിനു മുമ്പും ഇങ്ങനൊരു വിഷയം ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ലൈവിന് വീക്കെൻഡ് എപ്പിസോഡിനകത്ത്. അപ്പം എന്തായാലും അൻസിഫിനുള്ളൊരു പണിയാണ് വന്നേക്കുന്നത്. അൻസിഫും പിന്നെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. പിന്നെ രേവതി, ബിഗ് ബോസ് രേവതി, പുള്ളിക്കാരി ആദ്യമൊക്കെ പറയുമായിരുന്നു. പിന്നെ പുള്ളിക്കാരി നിർത്തിയില്ലേ. ഉള്ള കാര്യം നമ്മൾ ഉള്ള പോലെ പറയണമല്ലോ. ഇപ്പം പുള്ളിക്കാരി എനിക്ക് തോന്നുന്നു ലൈവിലെ കാര്യങ്ങളൊക്കെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇപ്പം പുള്ളിക്കാരി നിലവിൽ ഇതൊന്നും ചെയ്യുന്നില്ല കേട്ടോ, മുമ്പേ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ സമ്മർ മീഡിയ നോക്കുവാണെങ്കിൽ പുള്ളിക്കാരൻ ലൈവിൽ നടക്കുന്നുള്ള കാര്യങ്ങൾ അത് അപ്ഡേറ്റ് ചെയ്ത്, അതിനെ പറ്റിയിട്ടുള്ള എപ്പിസോഡിൽ നടക്കുന്ന കാര്യങ്ങൾ അതൊക്കെ പുള്ളി അപ്ഡേറ്റ് ചെയ്ത് റിവ്യൂ ചെയ്ത് പറയുന്ന പോലെയൊക്കെയാണ് പറയുന്നത്. നമ്മൾ അഭിപ്രായങ്ങൾ പറയുന്ന പോലെയാണ് പുള്ളിക്കാരനും ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരനൊന്നും സമ്മർ മീഡിയയും കുഴപ്പമില്ല. പിന്നെ പിന്നെ ഞാൻ വീഡിയോ ചെയ്യുന്ന പോലെ ഒരുപാട് ആൾക്കാരും ചെയ്യുന്നുണ്ട്. ഇപ്പം രാജ് ടോക്കൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് ചാനലുകാർ ചെയ്യുന്നുണ്ട്, യൂട്യൂബേഴ്സ് ചെയ്യുന്നുണ്ട്, റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ ഉൾപ്പെടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ അവരവരുടെ അഭിപ്രായങ്ങളാണ്. എപ്പിസോഡും അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അഭിപ്രായങ്ങൾ പറയുന്നതിന് കുഴപ്പമില്ല. അത് അവർ ബിഗ് ബോസ് ടീമും ലാലേട്ടനും പറഞ്ഞിട്ടുണ്ട്. അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം, കുഴപ്പമില്ല. പക്ഷേ ഈ സസ്പെൻസ് പൊളിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് അത് കാരണം അവരെ ചവിട്ടി താത്തിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അത് അവർ കണ്ണടച്ചിരിക്കുമോ ബിഗ് ബോസ് ടീം? ഒന്നാമത്
ഈ വട്ടത്തെ സീസണിൻ്റെ റേറ്റിങ്ങിലും TRPയിലൊക്കെ കുറച്ച് ഇതായിട്ട് നിൽക്കുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഡൗൺ ആയിട്ട് നിൽക്കുവാണ്. അപ്പം ഇവർ ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് ഈ ഒരു ഷോ ഇവർ നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അൻസിഫിനുള്ള പണിയാണ് മെയിനായിട്ട്. ഞാനീ അൻസിഫിൻ്റെ ചാനലൊക്കെ അടുത്ത സമയത്താണ് കാണാൻ തുടങ്ങിയത്. കാരണം മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, ബിഗ് ബോസ് ഞാനും ഈ പറഞ്ഞിട്ടുള്ള മുമ്പേ എപ്പിസോഡ് കാണുമായിരുന്നു, ലൈവ് കാണത്തില്ലായിരുന്നു. എപ്പിസോഡ് ആദ്യമൊക്കെ കഴിഞ്ഞ സീസണൊക്കെ എപ്പിസോഡ് കണ്ടിട്ടാണ്, കാരണം കഴിഞ്ഞ സീസണിനകത്തൊന്നും നമ്മളില്ലല്ലോ, എപ്പിസോഡ് കണ്ടിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ അറിയുന്നത്. ഈ ഇങ്ങനെയുള്ള അൻസിഫിനെ പോലത്തുള്ള ചാനലിൽ നടക്കുന്ന സസ്പെൻസൊന്നും ഞാൻ കാണത്തില്ലായിരുന്നു. കാരണം കണ്ടു കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്കത് ആ ഒരു എപ്പിസോഡ് കാണുന്നതിൽ അർത്ഥമില്ല. കാരണം നമ്മൾ സസ്പെൻസ് കാണാനായിട്ടാണ് ഇരിക്കുന്നത്. എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് എപ്പിസോഡ് കണ്ട് ആ സസ്പെൻസ് നമ്മൾ അതിലൂടെ നമ്മൾ എൻജോയ് ചെയ്യുന്നതിൻ്റെ ഒരു സുഖം വേറെയാണ്. അൻസിഫ് മോനെ, നീ ഈ വീഡിയോ കാണുവാണെങ്കിൽ, എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടൊന്ന് അയച്ചു കൊടുക്കുന്നു. കാരണം ഈ ഒരു സസ്പെൻസ് പരിപാടിയൊക്കെ നിർത്തുക. കാരണം നീ ഇത്രയും കഷ്ടപ്പെട്ട് നീ ഹാർഡ് വർക്ക് ചെയ്ത് കൊണ്ടുവന്നൊരു ചാനലല്ലേ. കാരണം ഈ ഏഷ്യനെറ്റ് ടീമിനൊക്കെ നിസ്സാര ടൈം മതി ആ ചാനലൊക്കെ പൂട്ടിച്ച് കളയാനെ കൊണ്ട്, സ്ട്രൈക്ക് അടിച്ച് പൂട്ടിച്ച് കളയാനെ കൊണ്ട്. അപ്പം ആ ഒരു രീതിയിൽ ചെയ്യാതിരിക്കുക കേട്ടോ. കാരണം ചിലപ്പോൾ അവരൊരു വാണിംഗ് തന്നെയായിരിക്കും, ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരൊരു വാണിംഗ് മുമ്പേ തന്നെയായിരിക്കും. എനിക്ക് തോന്നുന്നു ഈ അടുത്ത സമയത്താണ്, ഈ സീസണിനകത്താണ് ഗോൾഡൻ ഡയറീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനൽ ഏഷ്യനെറ്റ് അടിച്ചു കളഞ്ഞത്. കാരണം അതും ഇതുപോലെ ലൈവിനകത്തുള്ള കാര്യങ്ങൾ റിവ്യൂ ചെയ്യുന്ന, ലൈവിനകത്ത് കിടക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഹോട്ട്സ്റ്റാറിൽ നിന്നൊക്കെ ഫോട്ടോ എടുത്തിട്ട് തമ്പനെ ഇത് സ്ലൈഡ് ഷോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു ചാനലാണ്. അതും കഴിഞ്ഞ 4-5 സീസണായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ്. അപ്പം അതും ഏഷ്യനെറ്റ് അടിച്ച് കളഞ്ഞു. അപ്പം ഇതിപ്പം നിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അതിനകത്ത് ഇനി വലുതായിട്ടൊന്നും പറയാനില്ല. അപ്പം ഈ ഒരു പ്രൊമോ നിനക്ക് വേണ്ടി ഇട്ടയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിനക്ക് വേണ്ടി തന്നെ ഇട്ടതാടാ മോനെ. അപ്പം നീ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ അൻസിഫിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എവിടുന്നാ വരുന്നത്? അൻസിഫ് മാനത്തുനിന്ന് ഇത് മറ്റേ ഇല്ല അത് വെച്ചിട്ടെങ്ങാനും നോക്കിയിട്ട് എടുക്കുന്ന സാധനമാണോ? അല്ല, ബിഗ് ബോസ് ടീമിൻ്റെ അകത്തുനിന്ന് അവിടെ ഈ ഷോയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഈ സാധനം ചോർത്തി അൻസിഫിന് കൊടുക്കുന്നത്. ചിലപ്പോൾ അൻസിഫ് അവർക്ക് എന്തെങ്കിലും കൊടുക്കുമായിരിക്കാം, അവരെ ഒരു വൈറ്റി പഴപ്പിനുള്ള സംഭവം എന്തെങ്കിലും അവർ ഉണ്ടാക്കുന്നതായിരിക്കാം. എന്തോ ആണെങ്കിലും ആ ഷോയുടെ അകത്ത് നിൽക്കുന്ന ആരൊക്കെയോ ഇത് ചോർത്തി വെളിയിലോട്ട് കൊടുക്കുന്നുണ്ട്. അതാണ് അൻസിഫിനും അവിടെ നിന്ന് കിട്ടുന്നത്. അപ്പം അൻസിഫിനെ മാത്രം കുറ്റം പറയാനും പറ്റത്തില്ല. ആ ബിഗ് ബോസ് ടീമിൻ്റെ അകത്ത് തന്നെ കുറേ ചാരന്മാരുണ്ട്. അപ്പം ആദ്യം എനിക്ക് തോന്നുന്നു അവരെ സ്റ്റോപ്പ് ചെയ്യുക. കാരണം അത് ബിഗ് ബോസിൻ്റെ ഇത് മെയിനായിട്ടുള്ള ഡയറക്ടറും ഇതിൻ്റെ ഷോ നടത്തുന്ന ടീംസുകളെല്ലാം കൂടെ അതാരാന്ന് കണ്ടുപിടിക്കുക. ആ ഷോയിൽ നടക്കുന്ന കാര്യങ്ങൾ ചോർത്തി കൊടുക്കുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കെതിരെ ഒരു വാണിംഗ് കൊടുക്കുക. അവർ ഇനി ഇത് മേലെ ആവർത്തിക്കരുതെന്ന് പറയുക. അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പം അൻസിഫിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ആ ഒരു ഇതും സ്റ്റോപ്പ് ആയിക്കോളും. അപ്പം അൻസിഫിൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. അതുപോലെ ആ ഷോയിൽ നടക്കുന്ന കാര്യങ്ങൾ ചോർത്തി കൊടുക്കുന്ന അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ ഭാഗത്തും തെറ്റുണ്ട്. ഒരുപാട് അൻസിഫ് മാത്രമല്ലേ, ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സസ്പെൻസ് പൊളിക്കാതിരിക്കുക. നിങ്ങൾക്ക് അഭിപ്രായം പറയാം, റിവ്യൂ ചെയ്യാം, ഇതിനെ പറ്റിയിട്ട് സംസാരിക്കാം, കുഴപ്പമില്ല. പക്ഷേ ഈ സസ്പെൻസ് നാളെ എവിക്ഷൻ ആരാണ് ആവുന്നത്, അത് എങ്ങനെയാണ് ആവുന്നത്, അത് ഏത് രീതിയിലാണ് ആവുന്നത്, അത് ഏത് രീതിയിൽ എന്തൊക്കെ ചെയ്താണ് അവരെ എവിക്റ്റ് ചെയ്ത് കളയുന്നത്, അടുത്ത ദിവസത്തെ ക്യാപ്റ്റൻ ആരാണ്, അടുത്ത ദിവസത്തെ മാനേജർ ആരാണ്, മറ്റേതാരാണ്, ഇതെല്ലാം സസ്പെൻസ് ആക്കി ഇരിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം മുമ്പേ ഇട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ അവർക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല, ഒരു കാരണവശാലും ഇഷ്ടപ്പെടത്തില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന യൂട്യൂബ് തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്, മനസ്സിലായോ? നിങ്ങളെ വീഡിയോ അവർക്കും റെക്കമെൻഡായിട്ട് പോവും. ഈ ബിഗ് ബോസ് ടീമിനും ഏഷ്യനെറ്റ് ടീമിനും ഇതിൻ്റെ ഷോ ഡയറക്ടർക്കും അതിൻ്റെ ഈ പറയുന്ന ലാലേട്ടനായാലും ഇവർക്കെല്ലാം നിങ്ങളെ വീഡിയോസും റെക്കമെൻഡ് ചെയ്തിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അവരെല്ലാം നിങ്ങളെ വീഡിയോസ് കാണുന്നുണ്ട്. ഈ നമ്മളെല്ലാവരും വീഡിയോസ് അവർ വാച്ച് ചെയ്യുന്നുണ്ട്, ചെക്ക് ചെയ്യുന്നുണ്ട്, ചാനൽ ഉൾപ്പെടെ ചെക്ക് ചെയ്യുന്നുണ്ട്. അതെല്ലാം അവർ കാണുന്നുണ്ട്. ആദ്യം മനസ്സിലാക്കുക. കാരണം ഇത്രയും കോടികൾ മുടക്കി ഇട്ടേക്കുന്ന ഒരു ഷോയാണ് കേട്ടോ. ഇപ്പം അത് എന്തായാലും അവർക്ക് നഷ്ടം വരുന്ന രീതിയിൽ അവർ എന്തായാലും അതിന് നിൽക്കത്തില്ല. പക്ഷേ അത് സസ്പെൻസ് പൊളിക്കുന്നത് അത് ശരിയായിട്ടുള്ള കാര്യമല്ല. കാരണം ഈ പറയുന്ന ജനങ്ങളെ ആവശ്യം കൂടെ, ജനങ്ങൾ ഒരുപാട് പേര് കംപ്ലൈൻറ്റ് ചെയ്തിട്ടാണ് ഇതിനെതിരെ ഒരു നടപടിയായിട്ട് ഇവർ വന്നിട്ടുള്ളത്. ആ പ്രൊമോയിൽ തന്നെ ലാലേട്ടൻ പറയുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ മെയിൽ അയക്കുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട്, പരാതി പറയുന്നുണ്ട്.
എന്തായാലും കൊള്ളാം, എന്തായാലും കോമഡി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യാമോ. സി യു.